നമുക്കെല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ കാച്ചിയ എണ്ണ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങളതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ പാകമാണ്. അതിൻ്റെ പാകം കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി എണ്ണ കാച്ചി എടുത്തു കഴിഞ്ഞാൽ മുടി വളരാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഈ ഒരു എണ്ണ മാത്രം തന്നെ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് തരുന്ന ഒരു അടിപൊളി കാച്ചിയ എണ്ണയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന രീതികളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ഒരു എണ്ണ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എണ്ണ കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കാണിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ തെച്ചിപ്പൂ. പല തരത്തിലുള്ള തെച്ചിപ്പൂ നമുക്കുണ്ട്, പല കളറിലുള്ള തെച്ചിപ്പൂ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചിയെടുക്കാൻ വേണ്ടി എടുക്കേണ്ട തെച്ചിപ്പൂ നല്ല ഡാർക്ക് കളറിലുള്ള ചുമന്നിരിക്കുന്ന തെച്ചിയാണ് നമ്മുടെ ഹെയർ ഓയിലിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്കവാറും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതും ഈ ഒരു തെച്ചി തന്നെ ആയിരിക്കാം. പല നാടുകളിലും പല പേരിലാണ് ഇതറിയപ്പെടുന്നത്. അതേപോലെ തന്നെ കാട്ടുതെച്ചി എന്നൊക്കെ ഇതിനെ പറയൂ കേട്ടോ. എന്നിരുന്നാലും നിങ്ങൾ ഇത് മനസ്സിലാക്കുക, ഡാർക്ക് കളറിലുള്ള ചുമന്ന തെച്ചിയാണ് നമ്മൾ ഇന്നത്തെ ഹെയർ ഓയിലിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. തെച്ചിപ്പൂ നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. നിങ്ങൾ ഇതുവരെ തെച്ചിപ്പൂ വെച്ചിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കിയെടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തെച്ചിപ്പൂ എടുക്കുക. ഇനി ഞാൻ രണ്ടാമതായിട്ട് എടുക്കുന്നത് നമ്മുടെ ചെമ്പരത്തിയാണ്. ചെമ്പരത്തിയുടെ പൂവും ഇലയും ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൂ കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇല കുറച്ചിട്ട് പൂ മാത്രം എടുത്താൽ മതി. എനിക്കിപ്പോൾ പൂ കുറവുള്ളത് കൊണ്ട് തന്നെ ഞാൻ രണ്ടും സെയിം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. ഒരു 10-15ഓളം പൂവും അതേപോലെ തന്നെ 10-15ഓളം ഇലയും കൂടുതൽ ഉണ്ടാവും തോന്നുന്നു. അത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കണക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു കൈപ്പിടി അളവിൽ കൂടുകയോ കുറയുകയോ ചെയ്താലൊന്നും യാതൊരു പ്രശ്നമില്ല. ഇനി ഞാൻ മൂന്നാമതായിട്ട് എടുക്കുന്നത് നമ്മുടെ നെല്ലിക്കയാണ്. വലിയ നെല്ലിക്ക. വലിയ നെല്ലിക്ക നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡായിട്ട് മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നെല്ലിക്ക നമ്മുടെ ഹെയർ ഓയിലിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാനിവിടെ ഒരു 10 നെല്ലിക്കയോളം എടുത്ത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഞാൻ അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മുടെ തുളസിയാണ്. തുളസി നമ്മൾ നമ്മുടെ ഹെയർ ഓയിലിന് ആഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തുളസിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 90% ഓഫ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ സ്കാൽപ്പിലെ ഇറിറ്റേഷൻസും ഇച്ചിനെസ്സും ബാക്ടീരിയ വരാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ തുളസി അതല്ലെങ്കിൽ നീമിൻ്റെ ആര്യവേപ്പിൻ്റെ ഇലയുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് ചേർത്തിരുന്നാൽ മതി. അപ്പം ഞാൻ ഒരു പിടി തുളസി ഇന്നത്തെ ഈ ഒരു ഹെയർ ഓയിലിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കറിവേപ്പില. കറിവേപ്പില മുടി വളരാൻ വേണ്ടിയിട്ട് ദി ബെസ്റ്റ് ആണ് കേട്ടോ. ഞാൻ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളതും എൻ്റെ ഹെയർ ഓയിലിൽ ഞാൻ കൂടുതൽ ചേർക്കുന്നതും ഈ ഒരു കറിവേപ്പിലയാണ്. കറിവേപ്പില അതിൻ്റെ റിസൾട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും നമുക്ക് ഹെയർ ഗ്രോത്ത് സ്പീഡായിട്ട് തരാൻ വേണ്ടിയിട്ട് കറിവേപ്പില ദി ബെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഇപ്പോൾ ഒരു കൈപ്പിടി അളവിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം 2 കൈപ്പിടി അങ്ങനെയാണ്. ഈ നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു പാതി കൂടുതൽ കറിവേപ്പില നിങ്ങൾ എപ്പോഴും എടുക്കുക, അതായിരിക്കും ദി ബെസ്റ്റ്. അപ്പം ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു പാത്രത്തിലോട്ട് നല്ല രീതിക്ക് തന്നെ കഴുകിയെടുത്ത് ഇട്ട് വെക്കുന്നുണ്ട്. നിങ്ങളിത് നല്ല രീതിക്ക് കഴുകിയെടുത്ത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെള്ളം വാർന്ന് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിരുന്നാൽ തന്നെ മതി കേട്ടോ. അതല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ കുടഞ്ഞെടുത്താലും മതി. അങ്ങനെ ഞാൻ എല്ലാ ഇലകളും നല്ലതുപോലെ കഴുകിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കാണിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഓപ്ഷനിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ കരിഞ്ജീരകവും അതേപോലെ തന്നെ ഉലുവയും എൻ്റെ ഹെയർ കെയറിൽ, അതായത് എൻ്റെ ഹെയർ ഓയിലിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുവരെയും ഞാൻ എൻ്റെ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ ഇപ്പം ഞാൻ മുമ്പ് കാണിച്ച ഇലകൾ മാത്രം യൂസ് ചെയ്തിട്ടേ ഞാൻ ഹെയർ ഓയിൽ ഉണ്ടാക്കി എടുക്കാറുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ കരിഞ്ജീരകവും അതേപോലെ തന്നെ ഉലുവയും പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള നമ്മുടെ റോസ്മേരിയുടെ ലീവ്സ് ഉണ്ടല്ലോ, അതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇത് 3ഉം ഈക്വൽ എമൗണ്ടിൽ ഞാൻ എടുക്കുന്നുണ്ട് ഇന്നത്തെ ഹെയർ ഓയിലിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ പൊടിച്ചെടുക്കണം. കരിഞ്ജീരകവും ഉലുവയും ഈ പറഞ്ഞതുപോലെ റോസ്മേരിയും നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ലതാണ്. പക്ഷേ ഉലുവയൊക്കെ തണുപ്പായത്
ആയതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർ ഓയിൽ ഞാൻ ചേർക്കാറില്ല. പക്ഷേ ഇന്ന് ഞാൻ ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. മുമ്പ് ഞാൻ കാണിച്ച ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കിയെടുത്താലും നല്ലൊരു മാറ്റം കിട്ടും. അപ്പോൾ ഞാൻ ഇലകളും നല്ല രീതിക്ക് തന്നെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അരച്ചെടുക്കുകയല്ല, നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മുടെ എണ്ണയിലോട്ട് പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിരുന്നാൽ മതി. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള പരിപാടിയിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ എപ്പോഴും അടി കട്ടിയുള്ള ഒരു പാത്രം എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ദി ബെസ്റ്റ്. എനിക്ക് ഇരുമ്പിൻ്റെ പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഹെയർ ഓയിൽ, അതായത് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാനിവിടെ ഒരു 1.5 ലിറ്ററോളം, ഒരു 1.25-1.5 ലിറ്ററോളം ആണ് ഇന്ന് ഞാൻ എണ്ണ കാച്ചിയെടുക്കുന്നത്. കൊപ്ര ആട്ടിയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ, ക്യാനിലാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൽ നിന്ന് ഞാനൊരു 1.25-1.5 ലിറ്ററോളം അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഹെയർ ഓയിൽ നേരെ അടുപ്പത്ത് കൊണ്ടുവച്ച് വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. പച്ചയ്ക്ക് അങ്ങനെ തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല. എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന സമയത്ത് അതിലിങ്ങനെ ബബിൾസ് പൊന്തുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇതിൽ കാണുന്നത് പോലെ. ഇങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരുമിച്ച് ഇട്ട് കൊടുക്കാതെ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു കൈപ്പിടി അളവിലേക്ക് ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്ത് നമ്മൾ ഓരോ തവണ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും അത് ഇളക്കി കൊടുക്കണം. നല്ല രീതിക്ക് ഇളക്കി കൊടുത്ത് വേണം നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുമിച്ച് അങ്ങോട്ട് നമ്മളെല്ലാം കൂടെ ഇതിൽ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് അടി പിടിക്കും. അതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിൽ കുറച്ചായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇത് കൂട്ടി യോജിപ്പിക്കുക, അതായത് ഇളക്കിയെടുക്കുക. നിങ്ങൾ എപ്പോഴും നമ്മുടെ എണ്ണ കാച്ചിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ മാത്രമേ തീ വെച്ചിരിക്കാൻ പാടുള്ളൂ. നമ്മൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ കാച്ചിയെടുക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ കാച്ചിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ പെട്ടെന്ന് അങ്ങോട്ട് ചൂടായി വരും, നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കരിഞ്ഞു മൊരിഞ്ഞു പോവും. എന്നാലാണെങ്കിലും അതിൻ്റെ ഗുണം ഒട്ടും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിൽ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇളക്കിയെടുത്ത് വേണം നമ്മുടെ എണ്ണ കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എണ്ണ കാച്ചിയെടുക്കുമ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ നമ്മുടെ എണ്ണയിലോട്ട് ഇറങ്ങുള്ളൂ. എണ്ണ കാച്ചിയെടുക്കുന്നതിന് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നൊരച്ച് പൊന്തും, ഇങ്ങനെ പത വരും. ആ പതയൊക്കെ ഒന്ന് ഒതുങ്ങി നോർമലായിട്ടുള്ള എണ്ണ തെളിഞ്ഞു വരും. നമ്മുടെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു പരുവമാണ് നമ്മുടെ എണ്ണയ്ക്ക് വേണ്ടത്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മണൽ തരി പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതും അതിൻ്റെ ഒരു പാകമാണ്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിക്ക് തന്നെ മൊരിഞ്ഞിട്ടുണ്ടാവും. മൊരിഞ്ഞിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ മണൽ തരിയിൽ നമ്മൾ തൊടുമ്പോൾ എങ്ങനെയുണ്ടാവും, ആ ഒരു പരുവമായി മാറിയിട്ടുണ്ടാവും നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അതാണ് നമ്മുടെ എണ്ണയുടെ കറക്റ്റ് പാകം. ഇതിന് സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓൾമോസ്റ്റ് ഒരു 10-20-25 മിനിറ്റ്, ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമ്മൾ എണ്ണ കാച്ചിയെടുക്കണം. അതാണ് ഒരു സമയം. പക്ഷേ നിങ്ങൾ സമയം മനസ്സിൽ വെക്കേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു കണക്ക്, ആ ഒരു കളറ്, നമ്മുടെ എണ്ണയുടെ കളറും ഗുണവും ഒക്കെ ടോട്ടലി മാറിയിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കുന്നത് നിർത്താൻ പാടില്ല. നമ്മൾ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുമ്പോൾ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് ഇങ്ങനെ എണ്ണ എടുക്കുമ്പോൾ, കോരി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അവസാനത്തെ സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ എണ്ണയുടെ കളറൊക്കെ മാറി എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇൻഗ്രീഡിയൻസ് ഒക്കെ അടിയിൽ പോയിട്ടുണ്ടാവും. എന്നിരുന്നാൽ നമ്മുടെ എണ്ണ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ എണ്ണ കാച്ചൽ ഇവിടെ അവസാനിച്ച് കഴിഞ്ഞു. എണ്ണ നല്ല രീതിക്ക് തന്നെ നല്ല പാകത്തിന് പരുവത്തിന് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും, എണ്ണ നല്ല രീതിക്ക് തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു തവിയിട്ട് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. എണ്ണ മുകളിൽ തെളിഞ്ഞ് നല്ലൊരു ഗ്രീനിഷ് കളറായിട്ട് ഒരു
അടിപൊളി എണ്ണയായിട്ട് മാറിയിട്ടുണ്ട്. തവിയിൽ ഇപ്പം ഞാൻ കോരി കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ വേണ്ടി പറ്റും. ഇനി നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മുടെ എണ്ണ ഞാൻ അരിച്ചെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ആ തെളിഞ്ഞ് നിൽക്കുന്ന എണ്ണയുണ്ടല്ലോ, അത് നമ്മളൊരു അരിപ്പി യൂസ് ചെയ്ത് തന്നെ അരിച്ചെടുത്ത് മാറ്റാം. ശേഷം നമ്മുടെ ആ തരികളിൽ ഒരുപാട് എണ്ണ ഉണ്ടാവും, അത് നമ്മൾ അരിപ്പിയിൽ അരിച്ച് കഴിഞ്ഞാൽ വരില്ല. അപ്പോൾ നമ്മൾ ഒരു അടി കട്ടിയില്ലാത്തൊരു പോളിസ്റ്ററിൻ്റെ ഷോൾ ഉണ്ടാവുമല്ലോ, അത് വിരിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ഒരു മണൽ തരി, ആ തരി നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല രീതിക്ക് പിഴിഞ്ഞെടുക്കുമ്പോഴാണ് നമ്മുടെ എണ്ണ മുഴുവനായിട്ടും തന്നെ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഞാൻ നല്ല രീതിക്ക് പിഴിഞ്ഞെടുക്കട്ടെ കേട്ടോ. അവസാനമായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അരിച്ചെടുത്ത് വന്ന നമ്മുടെ എണ്ണയിലോട്ട് എണ്ണ കേടുവരാതിരിക്കാനും അതേപോലെ തന്നെ നമുക്ക് കോൾഡ് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു 6-7 കുരുമുളക് എണ്ണയിലിട്ട് വെക്കാറുണ്ട്. അത് നിങ്ങൾ നേരത്തെ നമ്മൾ എണ്ണ എടുത്ത സമയത്തും കണ്ടിട്ടുണ്ടാവും. കുരുമുളക് നമ്മൾ എണ്ണയിൽ ഇട്ട് വെക്കാറുണ്ട്. അത് നമ്മൾ കാച്ചിയെടുത്ത എണ്ണയിലും ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഞാനവിടെ അടിപൊളി ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മൾ വീട്ടിൽ തന്നെ വളരെ എന്താ പറയുക, ഫ്രഷായിട്ട് നമുക്ക് എണ്ണ കാച്ചിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഒരുപാട് എക്സ്പെൻസ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ്, ഇപ്പം ഞാൻ കാണിച്ചതിൽ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിലും യാതൊരു പ്രശ്നമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് തന്നെ നമുക്ക് എണ്ണ കാച്ചിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, കറിവേപ്പിലയും ചെമ്പരത്തിയും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നമുക്കിത് രണ്ടും ഇട്ടിട്ട് വേണമെങ്കിലും നമുക്ക് എണ്ണ കാച്ചിയെടുക്കാം. അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോന്നിനും ഓരോ ഗുണങ്ങളാണല്ലോ, അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾ എണ്ണ കാച്ചിയെടുത്ത് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വന്നിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ 2 രീതികളിലാണ് യൂസ് ചെയ്യുക. ആദ്യത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി ഈ ഒരു ഹെയർ ഓയിൽ രാവിലെ എണീച്ചതും കുറച്ച് ഒരു 3-4 തുള്ളി കയ്യിലാക്കി നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഒന്ന് തേച്ച് പുരട്ടിയതിന് ശേഷം മുടി ചീവി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം കണ്ടറിയാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ഡീപ്പായിട്ട് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും എണ്ണ വെക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ ആഴ്ചയിൽ 1-2 തവണ നമ്മൾ ഡീപ്പായിട്ടും നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. രാത്രി വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് രാവിലെ നിങ്ങൾക്ക് ഷാമ്പൂ ഹെയർ വാഷ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഹെയർ ഓയിൽ എടുത്ത് വകച്ചിലെടുത്ത് നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിക്ക് ഒപ്പി കൊടുത്ത് നമ്മുടെ സ്കാൽപ്പിലോട്ട് ഈ എണ്ണ ഇറങ്ങുന്ന വിധത്തിൽ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഷാമ്പൂ വെച്ച് ഹെയർ വാഷ് ചെയ്യാം. അതല്ലെങ്കിൽ രാത്രി തന്നെ എണ്ണ വെച്ച് പിറ്റേ ദിവസം രാവിലെ എണീച്ച് ഹെയർ ഷാമ്പൂ വെച്ച് ഹെയർ വാഷ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഹെയർ ഓയിൽ മുടി വളരാൻ വേണ്ടിയിട്ട് 2 രീതികളിൽ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ പാക്കുകളൊന്നും ഇട്ടിരിക്കാൻ സമയമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിൽ കൊണ്ട് തന്നെ മുടി വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ കാണിച്ച ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. എന്നിരുന്നാലാണ് കറക്റ്റ് അതിൻ്റെ ഒരു വ്യത്യാസം അറിയാം. 1 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മുടിയിൽ മാറ്റം ഈ ഒരു ഹെയർ ഓയിൽ തരും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ കാണിച്ച ഈ ഒരു രീതിയിൽ എണ്ണ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ ഞാൻ കാണിച്ച ഈ ഒരു ഹെയർ കെയറിങ് മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ 1 മാസത്തിനുള്ളിൽ മിറാക്കിൾ റിസൾട്ട് നിങ്ങളുടെ മുടിയിൽ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലുള്ള മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ
ബൈ ഫ്രം രമ്യ.